നമ്മൾ ഓർഗനൈസിങ് എന്ന ബിസിനസ് സ്റ്റഡീസിലെ പോർഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓർഗനൈസിങ് എന്താണ് എന്ന് നമുക്കറിയാം. ഹ്യൂമൻ എഫേർട്സും ഫിസിക്കൽ റിസോഴ്സസും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് പ്ലാനിങ് ഫംഗ്ഷൻ്റെ നടപ്പിലാക്കൽ അഥവാ ഇംപ്ലിമെൻറ്റേഷൻ ആരംഭിക്കുന്നത്. അത് ഓർഗനൈസിങ് ഫംഗ്ഷനിലൂടെയാണ്. അതായത് പ്ലാനിങ് ഫംഗ്ഷനിൽ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഓർഗനൈസിങ്. സോ ജോലി ഇണക്കണമെങ്കിൽ നമ്മൾ ആകെ ജോലികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം, ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ പല പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്മോൾ ജോബുകളായിട്ട് ആകെയുള്ള ജോലികളെ സ്പ്ലിറ്റ് ചെയ്യണം. അതിന് ഡിവിഷൻ ഓഫ് വർക്ക് എന്നാണ് പറയുന്നത്. സോ വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, വർക്ക് ഡിവിഷൻ ചെയ്യണം. ദെൻ അതിന് ഒരേ ഇനത്തിൽപ്പെട്ട ജോലികളെ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരിക്കണം, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഉത്തരവാദിത്തങ്ങൾ അതത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതത് വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽസിനോ ഗ്രൂപ്പ്സിനോ ഏൽപ്പിച്ചു കൊടുക്കണം, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടി. 4ാമത്തെ സ്റ്റെപ്പ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക. 4 പോയിൻറ്റ്സ് ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓർഗനൈസിങ്ങിൻ്റെ പ്രാധാന്യമാണ്. സ്ഥാപനത്തിൻ്റെ വിഭവങ്ങൾ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം മിനിമം വേസ്റ്റേജസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത കൂടും. എൻഹാൻസ് ആവുക എന്ന് വെച്ചാൽ വർദ്ധിക്കുക എന്നർത്ഥം. പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ആവും വേസ്റ്റേജസ് മിനിമം ആകുന്നതിലൂടെ. ദെൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. റോൾസ് ഡിഫൈൻ ചെയ്യുക, ആംബിഗിറ്റി കുറയ്ക്കുക എന്നൊക്കെയാണ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും എന്ത് പൊസിഷനാണ് വഹിക്കുന്നത് അതിനനുസരിച്ച് അവരവർക്ക് റോൾ ഉണ്ടാകും. അത് അവരുടെ ആംബിഗിറ്റി കുറയ്ക്കുന്നു. അടുത്തത് കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് ടീം വർക്ക് ടുവേർഡ്സ് കോമൺ ഒബ്ജക്റ്റീവ്സ്. കോമൺ ഒബ്ജക്റ്റീവ്സിലേക്ക് ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു അഡാപ്റ്റ് ടു ചേഞ്ചസ്. സ്ഥാപനത്തിന് മാറ്റങ്ങളോട് പൊരുത്തപ്പെടുവാൻ, ഇണങ്ങിച്ചേരുവാൻ, അഡാപ്റ്റ് ആകുവാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ഓർ എൻ്റർപ്രൈസ് ടു അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന, കാരണം ബിസിനസ് എൻവയോൺമെൻറ്റ് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക്കാണ്, എവർ ചേഞ്ചിങ് ആണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഡൈനാമിക്കായ ബിസിനസ് എൻവയോൺമെൻറ്റിൽ അപ്പോഴുള്ള അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ട് അഡ്ജസ്റ്റഡ് ആവുക, അഡാപ്റ്റഡ് ആവുക, അതിന് അത് വഴിയൊരുക്കുന്നുണ്ട് ഓർഗനൈസിങ് എന്നത്. സോ ഇനി ഓർഗനൈസിങ് പ്രോസസ്സിന് സ്റ്റെപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, അതായത് എംപ്ലോയീസിന് അവരുടെ സ്കില്ലും കോമ്പറ്റൻസി അനുസരിച്ച് അവരുടെ ജോലി ഏൽപ്പിക്കുക, അലോക്കേറ്റ് ചെയ്യുക, വർക്ക് അലോക്കേറ്റ് ചെയ്യുക, ടാസ്ക് അലോക്കേറ്റ് ചെയ്യുക, അതാണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. ദെൻ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, അതായത് അതോറിറ്റി റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആരോട് റിപ്പോർട്ട് ചെയ്യണം, ഹൂ ടു റിപ്പോർട്ട് ടു ഹൂം. അതുപോലെ തന്നെ ക്ലിയർ അതോറിറ്റി ആർക്കാണ് അയാളോട് ജോലി ചെയ്തു തീർന്നോ എന്ന് ചോദിക്കാൻ, അയാൾ ആരോടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്, അക്കൗണ്ടബിലിറ്റി ആരോടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വരുത്തുക. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സംഘടനാ ഘടന അഥവാ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ് എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. മാനേജീരിയൽ ടാസ്കും ഓപ്പറേറ്റിംഗ് ടാസ്കും ഒക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഇത് എന്ന് പറയാം. ഇറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആളുകൾ, ജോലി, വിഭവങ്ങൾ എന്നിവയെ ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക്, അതായത് അധികാരം ഉത്തരവാദിത്ത ബന്ധം ഉള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്തൊക്കെ തമ്മിലാണ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ? സംഘടനാ ഘടന, അതായത് പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സസ്. ഈ 3 കാര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുന്നു. പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സ്, ഇത് 3നെയും കൂടുതൽ തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ various posts are created to perform different activities for the attainment and of the predetermined objectives of the enterprise. The structure provides a basis or framework for managers and other employees to perform their functions. Different types of organization structures can be seen. പലതരം സംഘടനാ ഘടനകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ഫങ്ഷണൽ സ്ട്രക്ചർ, വേറൊന്നാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഷൻ. സംഘടനാ ഘടന 2 തരം പ്രധാനമായിട്ട് പറയുകയാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ 2 ടൈപ്സ് ആണ്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. അതായത് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നറിയാം. ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിൽ വേരി വിത്ത് ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണ്,
ഒരു സിംഗിൾ ലൈൻ പ്രോഡക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത് ആ കമ്പനി, അല്ല ഒരു ബ്രോഡ് ലൈൻ ഓഫ് പ്രോഡക്റ്റുകൾ ആണോ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഒത്തിരി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണോ, അല്ലെങ്കിൽ ഒരുപാട് ജിയോഗ്രഫിക്കലി വൈഡ് സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു കമ്പനിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ച് ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ആ കമ്പനി അഡോപ്റ്റ് ചെയ്യുക, ആ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുക എന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. സോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ 2 തരത്തിലുണ്ട്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷൻ സ്ട്രക്ചറും. ഇനി എന്താണ് ആദ്യം ഫങ്ഷൻ സ്ട്രക്ചർ നോക്കാം. ഫങ്ഷൻ സ്ട്രക്ചറിലെ ജോലികളെ പേര് പോലെ തന്നെ ഫങ്ഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഹിയർ ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ജോബ്സ്. ഒരേ ഇനത്തിൽപ്പെട്ട സിമിലർ നേച്ചറിലുള്ള ജോബുകളെയൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുന്നു. പർച്ചേസുമായി റിലേറ്റഡ് ആയ ജോലികളൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന്, സെയിൽസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെയാണ് ഫങ്ഷൻ സ്ട്രക്ചറിൽ ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ്, സിമിലർ ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു one department with a clear reporting responsibility to coordinating head. ഒരേ വളരെ വ്യക്തമായ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി അവരുടെ മുകളിലുള്ള കോർഡിനേറ്റിംഗ് ഹെഡിന് കണക്ക് ബോധിപ്പിക്കണം, അവർ ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ, അല്ലെങ്കിൽ ഹാഫ് ഡൺ ആണോ എങ്ങനെയാണ് എന്നുള്ളത് അവരുടെ മുകളിലുള്ള സുപ്പീരിയറോട് സബോർഡിനേറ്റ്സ് റിപ്പോർട്ട് ചെയ്യണം. വളരെ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സബോർഡിനേറ്റ്സിന് അവരുടെ മുകളിലുള്ള കോർഡിനേറ്റിംഗ് ഹെഡിനോട് അവരുടെ ജോബിൻ്റെ കംപ്ലീഷൻ ലെവലും അവരുടെ പ്രോബ്ലംസും പറയുവാനായിട്ട്. ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഒരേ സിമിലർ നേച്ചർ, അപ്പോൾ പ്രൊഡക്ഷൻ മാനേജറാണ് അവരുടെ കോർഡിനേറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിലുള്ള എംപ്ലോയീസിനും സൂപ്പർവൈസേഴ്സിനും ഒക്കെ അവരുടെ കോർഡിനേറ്റിംഗ് ഹെഡ് മാർക്കറ്റിംഗ് മാനേജറാണ്. സോ അതത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള കോർഡിനേറ്റിംഗ് ഹെഡ് ആരാണോ അവരോട് റിപ്പോർട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി വളരെ ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഫങ്ഷൻ സ്ട്രക്ചർ. ഫങ്ഷൻ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് സ്പെഷ്യലൈസേഷനെ വർദ്ധിപ്പിക്കുന്നു, എഫിഷ്യൻസി കൂട്ടുന്നു, ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കോർഡിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ ഡ്യൂപ്ലിക്കേഷൻ കുറയുന്നു, ട്രെയിനിങ് കോസ്റ്റ് കുറയുന്നു. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്? ഓവർ എംഫസൈസ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസ് ഓവർ ഓർഗനൈസേഷണൽ ഗോൾസ്. ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസിന് ഓവർ എംഫസൈസ് കൊടുക്കുന്നുണ്ട്. ഡിഫിക്കൽട്ട് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ കോർഡിനേഷൻ വളരെ ഡിഫിക്കൽട്ട് ആകുന്നു. നാരോ പെർസ്പെക്റ്റീവാണ് ഉള്ളത് ഡ്യൂ ടു ലിമിറ്റഡ് എക്സ്പോഷർ. വളരെ പരിമിതമായ എക്സ്പോഷറാണ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക്, കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് അവരുടെ കാഴ്ചപ്പാട് വളരെ നാരോ ആയി പോകുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രമേ അവർക്ക് ധാരണ ഉണ്ടാവുന്നുള്ളൂ. അതൊക്കെ ഡിസഡ്വാൻറ്റേജാണ്. കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതാവുന്നു. സ്യൂട്ടബിലിറ്റി ഐഡിയൽ ഫോർ ലാർജ് ഓർഗനൈസേഷൻസ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ വളരെ പ്രധാനമാണ്. പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങൾ സ്പെഷ്യലിസ്റ്റുകളാകുന്നത് നല്ലതാണ്. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും ക്വാളിറ്റിയുള്ള സർവീസും ഒക്കെ അതത് സെക്ഷനിൽ അതത് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതത് വർക്കിൽ തന്നെ സ്പെഷ്യലിസ്റ്റുകളാവണം. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്പനീസിന് ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സ്യൂട്ടബിളാണ്. ഡിവിഷൻ സ്ട്രക്ചർ അങ്ങനെയല്ല. ഡിവിഷൻ സ്ട്രക്ചർ തന്നെ 2 തരമുണ്ട്. ഒന്ന് പ്രോഡക്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ സ്ട്രക്ചറുണ്ട്, വേറൊന്ന് റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡിവിഷണൽ സ്ട്രക്ചറുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ കാണുന്നത് പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. ഒരു CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ MD അല്ലെങ്കിൽ ഓണർ ആരുമാവട്ടെ, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബ്യൂട്ടി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫുഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ 3 വെറൈറ്റി സർവീസ് ഏരിയയാണ്. ഹെൽത്ത് സർവീസ് ഏരിയയാണ്, ബ്യൂട്ടി സർവീസ് ഏരിയയാണ്, ഫുഡ് സർവീസ് ഏരിയയാണ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഏരിയയും കൂടി ഉണ്ട്. ഇതിനൊക്കെ മുകളിലൊരു ഹെഡ്. ഇത് ആക്ച്വലി പ്രോഡക്റ്റ് ബേസ്ഡ് ആണ് അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഇത് ഡിവിഷണൽ സ്ട്രക്ചറാണ്, എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ ഹെൽത്ത് ബ്യൂട്ടി ഫുഡ് എന്നുള്ളതിന് പകരം ഇത് വെറൈറ്റി നമുക്ക് ടാഞ്ചിബിൾ പ്രോഡക്റ്റുകളാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുണ്ട്, അതുപോലെ തന്നെയാണ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്, അതുപോലെ തന്നെയാണ് ടോയ്സ് മാനുഫാക്ചറിങ് കമ്പനിയുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഡക്റ്റിൻ്റെ ഉള്ളിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ടാവും, നോക്കുക 3 അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിൻ്റെ സെക്ഷൻ എല്ലാത്തിനും ഉണ്ടാവും, ഫിനാൻസിൻ്റെ സബ് ഡിവിഷൻ ഉണ്ടാവും, ദെൻ മാർക്കറ്റിങ്ങിൻ്റെ സബ് ഡിവിഷൻ ഓരോന്നിനും ഉണ്ടാവാം, ദെൻ കസ്റ്റമർ സർവീസും എല്ലാത്തിനും ഉണ്ടാവാം. സോ ഇതൊക്കെ എന്താണ് പ്രോഡക്റ്റ് ബേസ്ഡ് ഡിവിഷൻ സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. ഡിവിഷൻ സ്ട്രക്ചർ റീജിയൻ സ്പെസിഫിക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് വെസ്റ്റേൺ സോൺ, ഈസ്റ്റേൺ സോൺ, സെൻട്രൽ സോൺ എന്നിങ്ങനെയുള്ള, അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിവിഷൻ, സെൻട്രൽ ഡിവിഷൻ, ഈസ്റ്റേൺ ഡിവിഷൻ, അങ്ങനെ ഒക്കെയുള്ള ജിയോഗ്രഫിക് സ്പെസിഫിക് ആയിട്ടുള്ള
തരത്തിലുള്ള ഡിവിഷൻ സ്ട്രക്ചറും ഉണ്ടാവാം. ഇനി അടുത്ത ടോപ്പിക് നമ്മൾ നോക്കുന്നത് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റിൻ്റെ സ്പാനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെൻറ്റ് സ്പാൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന മറ്റൊന്നുമല്ല. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയർ ഓഫീസർക്ക് ഫലപ്രദമായി തൻ്റെ കീഴിൽ എത്ര സ്റ്റാഫിനെ, സബോർഡിനേറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ എബിലിറ്റി അനുസരിച്ചിരിക്കും. ചില സുപ്പീരിയർ ഓഫീസർക്ക് കൂടുതൽ ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എത്ര ആൾക്കാരെ, എത്ര വർക്കേഴ്സിനെ, എത്ര സ്റ്റാഫിനെ, എത്ര സൂപ്പർവൈസറെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിനുള്ള എബിലിറ്റി ഉണ്ട്. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു വളരെ വൈഡായിട്ടുള്ള സ്പാൻ ഓഫ് കൺട്രോൾ ഉള്ള ഒരു മാനേജറെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ചില മാനേജർമാർക്ക് ഇത്രയധികം വൈഡായിട്ടുള്ള സ്പാൻ ഓഫ് കൺട്രോൾ പോസിബിൾ അല്ല. ഇപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു റിപ്പോർട്ട് ടു വൺ മാനേജർ ഇൻ എ ഹൈറാർക്കി. ഒരു ഹൈറാർക്കിയിൽ ഒരു മാനേജറുടെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട തൊഴിലാളികളുടെ എണ്ണത്തെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ, കൂടുതൽ ജോലിക്കാരെ ഒരു സ്ഥലത്തേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ സുപ്പീരിയർ ഓഫീസറെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്പാൻ ഓഫ് കൺട്രോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയാം. ദ മോർ പീപ്പിൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് വൺ മാനേജർ മീൻസ് the wider the span of control. എന്താണ്? The more people under the control of one manager means the wider the span of control. Span of control wider ആണ്. Lesser span of control എന്ന് പറഞ്ഞാൽ less span of control means a narrower span of control. അതായത് less number of people under one manager ആണ് less narrow span of control എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. Here shows a span of control of 4. 4 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കാനായിട്ട് സ്പാൻ ഉള്ള ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ കഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മാർക്കറ്റിംഗ് മാനേജറിൻ്റെ കീഴിൽ മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർവൈസറുണ്ട്, മാർക്കറ്റിംഗ് റിസർച്ചർ എന്ന് പറഞ്ഞൊരു സൂപ്പർവൈസറുണ്ട്, ദെൻ ടെലിസെയിൽസിൻ്റെ സൂപ്പർവൈസറുണ്ട്, ദെൻ കസ്റ്റമർ കെയർ അസിസ്റ്റൻറ്റുണ്ട്. ഇവർ 4 പേരുടെയും ജോലികളെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റിംഗ് മാനേജർ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് 4-ൽ കൂടുതൽ ആളുകളെ ഹോൾഡ് ചെയ്യാനായിട്ട്, തൻ്റെ കീഴിൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്പാൻ ഓഫ് കൺട്രോൾ ഇവിടെ 4 ആണെന്ന് നമുക്ക് കാണാം. ഇനി നമ്മൾ ഫംഗ്ഷൻ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. ഫംഗ്ഷൻ സ്ട്രക്ചറിൽ വാസ്തവത്തിൽ ആക്ടിവിറ്റികളെ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ്. ഫംഗ്ഷൻ സ്ട്രക്ചർ, ഇൻ ഫംഗ്ഷൻ സ്ട്രക്ചർ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ്സ് വിച്ച് ആർ ക്രിയേറ്റഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് ഫംഗ്ഷൻസ് ടു ബി പെർഫോം ചെയ്യേണ്ട സ്പെസിഫിക് ഫംഗ്ഷൻ അനുസരിച്ചാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹൗ ഡു വി ക്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ ഫംഗ്ഷൻ സ്ട്രക്ചർ? അല്ലേ, ഫംഗ്ഷൻ സ്ട്രക്ചറിൽ എങ്ങനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻ്റ് ആക്കുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു സ്പെസിഫിക് ഫങ്ഷൻസ്. അവരെ ചെയ്യേണ്ടുന്ന പ്രത്യേക ജോലികൾക്കനുസരിച്ചാണ് ഫംഗ്ഷൻ സ്ട്രക്ചറിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. സെയിൽസുമായി ബന്ധപ്പെട്ട ജോലികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കും. പർച്ചേസുമായി ബന്ധപ്പെട്ട ജോലികൾ ഒരുപാടുണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കും. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ ഒരുപാടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജോലികളെല്ലാം കൂടി ചേർത്ത് ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ അങ്ങനെയാണ് ഉണ്ടാക്കുക. ഇനി ഫോർ എക്സാമ്പിൾ, ഓൾ ദ ജോബ്സ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജോലികളും നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദ ജോബ്സ് റിലേറ്റഡ് ടു സെയിൽസ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ജോലികളെല്ലാം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സോ ഇവിടെ അത്തരത്തിലൊരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാനേജിംഗ് ഡയറക്ടറുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതൊരു മറ്റൊരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, ദെൻ പർച്ചേസിങ് അത് മറ്റൊരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഫങ്ഷൻസിനനുസരിച്ച് എം ഡിയുടെ കീഴെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇങ്ങനെ ഫങ്ഷണൽ ലെവലിൽ സ്റ്റൈലിൽ നമ്മൾ ഗ്രൂപ്പ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ. ആ ജോലിയിൽ അവർ സ്പെഷ്യലിസ്റ്റുകളാവുന്നു. സിൻസ് എംഫസൈസ് ഈസ് പ്ലേസ്ഡ് ഓൺ സ്പെസിഫിക് ഫങ്ഷൻസ്. കാരണം പ്രാധാന്യം, ഊന്നൽ കൊടുക്കുന്നത് അവർ ചെയ്യുന്ന പ്രത്യേക ഫങ്ഷൻസിനാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫങ്ഷൻ സ്ട്രക്ചർ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫങ്ഷണൽ ഹെഡ് ദാൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഹെഡിനാണ് ഇമ്പോർട്ടൻസ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനേക്കാളും ഫങ്ഷണൽ ഹെഡ് നൽകുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. കാരണം സെയിൽസിലുള്ള ആൾക്ക് സെയിൽസിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതായിരിക്കാം ആകെയുള്ള അറിയാവുന്ന ഒരു ലക്ഷ്യം. അല്ലാതെ കമ്പനിക്ക് ആ വർഷം
ടോട്ടലി അച്ചീവ് ചെയ്യേണ്ട ഓർഗനൈസേഷൻ ഗോളിനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ഫോക്കസ് ഉണ്ടാവില്ല എന്നർത്ഥം. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഫങ്ഷണൽ ആയിട്ട് തിരിക്കുമ്പോൾ. എന്നാൽ സ്യൂട്ടബിലിറ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ പറയാവുന്നത് ഓർഗനൈസേഷൻസ് വിച്ച് റിക്വയർ ഓർഗനൈസേഷൻസിന് നമുക്ക് ഹൈ ഡിഗ്രി ഓഫ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ വിത്ത് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഉള്ള ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ച് ഈ ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഏത് ടൈപ്പ്? അതായത് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഹൈ ഡിഗ്രി ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണം എങ്കിൽ ഫങ്ഷണൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അങ്ങനെയാണ് ഹൈ ഡിഗ്രി ഓഫ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് അല്ലെങ്കിൽ അത്തരം കമ്പനികൾക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഫങ്ഷൻ അനുസരിച്ച് തരംതിരിക്കുന്നതാണ് നല്ലത് അവരുടെ ആക്ടിവിറ്റികളെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഹെൽപ്പ് ഇൻ ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ? ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ എന്നെ എങ്ങനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഹിയർ എംഫസൈസ് ഫോർ ഗ്രൂപ്പിംഗ് ഡിഫറെൻറ്റ് വർക്ക്സ് ഇസ് ഡൺ അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് ഫങ്ഷൻസ്. കാരണം ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസിന് അനുസരിച്ചാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കിനെ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. ഫോർ വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഡു ദ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ? ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആകുന്ന ഏത് തരം ഓർഗനൈസേഷൻസിനാണ്? ഓർഗനൈസേഷൻസ് വിച്ച് റിക്വയർ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള ഓർഗനൈസേഷൻസ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ദിസ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ അങ്ങനെയുള്ളവയ്ക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക. ഇനി അപ്പോൾ എങ്ങനെയാണ് ചോദ്യം മനസ്സിലാക്കുക? ഏത് തരം ഓർഗനൈസേഷനാണ് ഫങ്ഷൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുക? ഒരു സ്യൂട്ടബിലിറ്റി ഇതാണ്, ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള ടൈപ്പ് ജോലി. കാരണം സ്പെഷ്യലൈസേഷൻ വരും, കാരണം ഒരേ ഫങ്ഷൻ അനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളവയ്ക്ക് ഇത് നല്ലതാണ്. ഇനി അണ്ടർ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഗീവ്സ് എ മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസ് ദാൻ ദ കമ്പനീസ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. ഈസ് ദിസ് ഗുഡ്? കമ്പനിയുടെ ഓവറോൾ അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ഒബ്ജക്റ്റീവ്, ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യം ഓരോ ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഓരോരുത്തർക്കും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനാണ്. ഇത് നല്ല കാര്യമാണോ? അല്ല, നോ. ഇറ്റ് ഈസ് ദ വൺ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇത് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ സ്യൂട്ടബിലിറ്റി നമ്മൾ ഒരെണ്ണം നേരത്തെ പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടി പറയുന്നത്, അതായത് വൺ ലൈൻ ഓഫ് പ്രോഡക്റ്റ് മാത്രമുള്ള ലാർജ് ഓർഗനൈസേഷൻസ് നല്ലത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. വൺ ലൈൻ ഓഫ് പ്രോഡക്റ്റ് മാത്രമുള്ള ലാർജ് ഓർഗനൈസേഷൻസിന്. ഒത്തിരി മെനി ലൈൻ ഓഫ് പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതല്ല. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻസ് വിച്ച് പ്രൊഡ്യൂസ് വൺ സിംഗിൾ ലൈൻ ഓഫ് പ്രോഡക്റ്റ്. ഒരു സിംഗിൾ ലൈൻ ഓഫ് പ്രോഡക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വമ്പൻ കമ്പനികൾക്ക് തീർച്ചയായിട്ടും ഫങ്ഷൻ അനുസരിച്ച് തിരിച്ചാൽ മതി. കാരണം ഒരുപാട് പ്രോഡക്റ്റ് ഇല്ല, പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത്. ഇനി അതായത് ചില കമ്പനികൾക്ക് പ്രോഡക്റ്റ് 1, പ്രോഡക്റ്റ് 2, പ്രോഡക്റ്റ് 3 അങ്ങനെ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇത് അത്ര നല്ല കാര്യമല്ല. ഇനി ടാറ്റ കമ്പനി ഫോർ എക്സാമ്പിൾ ആണ്, ഒരുപാട് പ്രോഡക്റ്റ് വെറൈറ്റികളുണ്ട്. അവർക്ക് ഫങ്ഷണൽ ഓർഗനൈസേഷൻ അല്ല നല്ലത്, അവർക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷണൽ ഓർഗനൈസേഷൻ ആണ് നല്ലത്.